യുഎഇയിൽ ഇന്ധനവില വീണ്ടും കുറഞ്ഞു. പെട്രോളിന് 11 ഫിൽസും ഡീസലിന് 24 ഫിൽസുമാണ് കുറയുക. സൂപ്പർ 98 പെട്രോളിന് 1.58 ദിർഹമാണ് പുതിയ നിരക്ക്. സ്പെഷ്യൽ പെട്രോൾ 1.47 ദിർഹവും ഇ പ്ലസിന് 1 ദിർഹം 40 ഫിൽസുമായിരിക്കും ഡീസൽ വില. ലിറ്ററിന് 1.37 ദിർഹമാണ്. പുതിയ നിരക്കുകൾ ഫെബ്രുവരി 1 നിലവിൽ വരും. അബുദാബിയിൽ ചേർന്ന പെട്രോളിയം വിലനിർണ്ണയ സമിതിയുടെ യോഗമാണ് പുതിയ നിരക്കുകൾ തീരുമാനിച്ചത്. ജൂലൈയിൽ ഇന്ധനവില നിയന്ത്രണം എടുത്തുകളഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ യുഎഇയിൽ പെട്രോൾ വില. ഷാർജയിൽ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനായ മലയാളിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കണ്ണൂർ സ്വദേശിക്ക് ഷാർജ ശരീഅത്ത് കോടതി വധശിക്ഷ വിധിച്ചു. 2 വർഷം മുൻപാണ് ഷാർജ ഖാൻ സാഹിബ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന അൽമദീന സൂപ്പർ മാർക്കറ്റ് മാനേജറായ തലശ്ശേരി കടവത്തൂർ സ്വദേശി അബൂബക്കറിനെ കടയിലെ തന്നെ മറ്റൊരു ജീവനക്കാരനായ കണ്ണൂർ കൊളച്ചേരി പള്ളിപ്പറമ്പ് സ്വദേശി ബാസിദ് കുത്തിക്കൊലപ്പെടുത്തിയത്. അബൂബക്കറിന്റെ താമസ സ്ഥലത്ത് വെച്ച് രാത്രിയിലായിരുന്നു സമൂഹത്തെ മൊത്തം ഞെട്ടിച്ച കൊലപാതകം നടന്നത്. സൂപ്പർ മാർക്കറ്റിലെ കളക്ഷൻ സൂക്ഷിക്കുമായിരുന്ന അബൂബക്കറിനെ കൊന്ന് പണം അപഹരിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ബന്ധുക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. പ്രതിഭാഗത്തിന് അപ്പീൽ നൽകാൻ കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. ബന്ധുക്കൾ മാപ്പ് നൽകുകയാണെങ്കിൽ പരമാവധി ശിക്ഷയിൽ നിന്നും ഇളവ് നൽകാനും വിധിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഇളവ് നൽകാനുള്ള ഒരു സാധ്യതയും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രസ്തുത സൂപ്പർ മാർക്കറ്റ് മാനേജർ നൌഫൽ വ്യക്തമാക്കി. സൗദി അറേബ്യയിലും കുവൈറ്റിലും അതിശൈത്യം. സൗദിയിലെ അറാറിൽ മഞ്ഞുവീഴ്ച ശക്തമായി. അറാറിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായി. പുലർച്ചെയായതിനാൽ ഗതാഗതത്തെ കുറഞ്ഞ തോതിൽ ബാധിച്ചു. 2 ദിവസമായി തുടരുന്ന അതിശൈത്യം മഞ്ഞുവീഴ്ചയുടെ അവസാന ഘട്ടത്തിൽ എത്തി. 3 തുടരുന്ന തണുപ്പ് ജനജീവിതത്തെ ബാധിച്ചു. ഇത് തുടരാൻ സാധ്യതയുള്ളതിനാൽ ദൂരയാത്രകളും മറ്റും ഒഴിവാക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് മേഖലയുടെ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പ്രദർശന സമ്മേളന പരിപാടികളിലൊന്നായ അറബ് ഹെൽത്ത് എക്സിബിഷൻ ആൻഡ് കോൺഗ്രസ് സമാപിച്ചു. അറബ് ഹെൽത്തിന്റെ 41ാം എഡിഷന് ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സമാപനമായി. 163 രാജ്യങ്ങളിൽ നിന്നുള്ള 4000-ലധികം കമ്പനികൾ അവരുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളും കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും അറബ് ഹെൽത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഇത്തവണ 3D മെഡിക്കൽ പ്രിന്റിംഗ് കോൺഫറൻസ്, 3D പ്രിന്റിംഗ് സോൺ എന്നിവ പുതിയ അജണ്ടയായി ഉൾപ്പെടുത്തി. മിസ്റ്റർ ഇന്റർനാഷണൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ദുബായിൽ നടക്കും. അൽ നാസർ ലെഷർലാൻഡിലെ ഐസ്റിംഗിലാണ് പരിപാടി. ഫൈനൽ മത്സരങ്ങൾ വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. WWF ചാമ്പ്യനും റെസ്ലറുമായ ഖാലി പ്രത്യേക അതിഥിയായി പങ്കെടുക്കും. 10 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 5 ലക്ഷം രൂപയും. മറ്റു കേരള വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ പീപ്പിളിന്. സരിതയുടെ കൈപ്പടയിലുള്ള അപേക്ഷയിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പും സീലും. EK ബാബുരാജ് എന്ന വ്യക്തിക്ക് വേണ്ടി സരിത എഴുതിയ ശുപാർശ കത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പും സീലുമുള്ളത്. താനെഴുതിയ ശുപാർശ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയതായി സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പഞ്ചായത്തിൽ EK ബാബുരാജിന്റെ ഭാര്യ രത്നമ്മ ബാബുരാജിന് വേണ്ടി സരിത തയ്യാറാക്കിയ അപേക്ഷയിലാണ് മുഖ്യമന്ത്രി ഒപ്പുവച്ചിരിക്കുന്നത്. ദീർഘനാളായി റീസർവേക്ക് അപേക്ഷ നൽകിയിട്ടും നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് പ്രവാസി കൂടിയായ ബാബുരാജിന് വേണ്ടി സരിത ഇടപെട്ടത്. 10/12/2012 സരിത അപേക്ഷ തയ്യാറാക്കുന്നു. ബാബുരാജിന്റെ ആലപ്പുഴയിലെ 12 സെന്റ് സ്ഥലം റീസർവേ ചെയ്യാനായിരുന്നു അപേക്ഷ. 12/12/2012 മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സരിത അപേക്ഷ നൽകി. മുഖ്യമന്ത്രി അപേക്ഷ ഉടൻ പരിഗണിക്കണമെന്ന് വ്യക്തമാക്കി ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് കൈമാറി. 13/12/2012 തന്നെ കളക്ടർ അപേക്ഷ സർവേ സൂപ്രണ്ടിന് കൈമാറുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ മുൻഗണനാക്രമം വിട്ട് ബാബുരാജിന് തന്റെ 12 സെന്റ് ഭൂമി റീസർവേ ചെയ്ത് ലഭിക്കുകയും ചെയ്തു. സരിതയെ അറിയുകയില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിനാണ് ഇതോടെ തിരിച്ചടിയാകുന്നത്. റീസർവേ നടത്താൻ താൻ നേരിട്ടാണ് അപേക്ഷ മുഖ്യമന്ത്രിക്ക് നൽകിയതെന്നും ഉടൻ തന്നെ അദ്ദേഹം ഒപ്പുവെച്ച് തന്റെ കയ്യിൽ നൽകിയെന്നും സരിത പറഞ്ഞു. വസ്തു എത്രയും പെട്ടെന്ന് വിറ്റില്ലെങ്കിൽ അവരുടെ കാര്യം പ്രയാസമാകുമെന്നും പറഞ്ഞു. അതേ തുടർന്നാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് കണ്ട് എന്റെ കൈപ്പടയിലാണ് ഞാൻ എഴുതിയത്. ഒപ്പ് മാത്രമാണ് ഈ രത്നമ്മ ബാബുരാജിന്റെ ഉള്ളത്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് കാര്യം ധരിപ്പിക്കുകയും അദ്ദേഹം അപ്പോൾ തന്നെ ആ അപേക്ഷയ്ക്കകത്ത് ഒപ്പിട്ട് തരികയും നേരെ എന്റെ കയ്യിൽ തന്നിട്ട് ആലപ്പുഴ കളക്ടറെ നേരിട്ട് ചെന്ന് കാണാൻ പറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തനിക്ക് സരിതയുമായി ബന്ധമുണ്ട് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ച പശ്ചാത്തലത്തിലാണ് കത്ത് പുറത്തുവന്നത്. അപേക്ഷയിലുള്ള കൈപ്പട തന്റേതാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണെന്നും സരിത വ്യക്തമാക്കി.
KG ദിനകർ, തിരുവനന്തപുരം. സരിതയുടെ കത്ത് സ്ഥിരീകരിക്കുന്ന ബാബുരാജിന്റെ സംഭാഷണം പീപ്പിൾ TV പുറത്തുവിട്ടു. മധുപ്രകാശനത്തിൽ പോകേണ്ടത് നേരെ മുഖ്യമന്ത്രി ഞാൻ സംസാരിക്കുന്നു കൊച്ചുമന്ത്രികൾ സരിത സ്വന്തം കൈപ്പിടിയിൽ എഴുതി ഇവിടെ വന്നിരുന്നു എഴുതി ഞാൻ ഒത്തുകൊടുത്തു. ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന ഈ അപേക്ഷ കൊടുക്കണമെന്ന് ചെല്ലാൻ പോലും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഇല്ലെങ്കിൽ ആ നമ്പർ എഴുതത്തിലൂടെ ഞാനത് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാധാകൃഷ്ണൻ വിളിച്ചു പറഞ്ഞു, ബാബുരാജ് സാറേ ഇതിങ്ങനെ ശരിയായിട്ടുണ്ട്, മുഖ്യമന്ത്രി കളക്ടർ ചെയ്തിട്ടുണ്ട്. കളക്ടർ തഹസിൽദാരെ വിളിച്ചു പറഞ്ഞു. ഞാൻ ചെയ്ത തഹസിൽദാരാണ്, അവർ സ്ത്രീയാണ്, അവിടുത്തെ അന്വേഷിക്കുന്ന പേരറിയുന്നു. ഞാൻ ചോദിച്ചു പേരാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ ഫയൽ എത്തി. ഫയൽ വാസ് ഓൺ ഹെർ ടേബിൾ. മനസ്സിലായി. നമ്മൾ അത്ര പ്രധാനപ്പെട്ട കേസൊന്നുമില്ല. 4 മാസം കഴിഞ്ഞ് ഞാൻ ഇപ്പം 2 മാസം ഞാൻ കാത്തിരിക്കാതെ തോന്നിയാണ്. അങ്ങനെ അപ്പം തന്നെ ഒരു ഓർഡർ ഇട്ട് പിറ്റേ ദിവസം ഓർഡർ ചെയ്ത് ഒരു താമസം ഉണ്ടായില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരായ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതിയെ മരവിപ്പിച്ചു. 2 മാസത്തേക്കാണ് ജസ്റ്റിസ് P. ഉബൈദ് ഉത്തരവ് മരവിപ്പിച്ചത്. വിജിലൻസ് കോടതി നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഹൈക്കോടതി വിജിലൻസ് ജഡ്ജിക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് പരാമർശിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഫയൽ ചെയ്ത സ്വകാര്യ ഹർജിയിൽ പ്രാഥമിക അന്വേഷണം നടത്താതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട തൃശൂർ വിജിലൻസ് കോടതിയുടെ നടപടി അധികാരപരിധി കടന്നു എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. ആരെങ്കിലും എവിടെ വെച്ചെങ്കിലും നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കാനാകില്ല. ഇത് സുപ്രീംകോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. പരാതിക്കാരനെയോ സാക്ഷികളെയോ വിസ്തരിക്കാതെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. അഴിമതി കേസുകളിൽ പ്രാഥമിക അന്വേഷണം വേണമെന്ന സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കോടതി വിലയിരുത്തി. തനിക്ക് ലഭിച്ച രേഖകൾ വിജിലൻസിന് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും പോസ്റ്റ് ഓഫീസ് പോലെ പ്രവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നുമുള്ള വിജിലൻസ് കോടതി ജഡ്ജിയുടെ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് ഇടയാക്കി. സ്വകാര്യ അന്യായങ്ങളിൽ കൈക്കൊള്ളേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിവിധ വിധിന്യായങ്ങൾ പരിഗണിക്കാതെയാണ് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. സർവീസ് കാലാവധി അവസാനിക്കാൻ 1.5 വർഷം ബാക്കി നിൽക്കെയാണ് വിരമിക്കാൻ തീരുമാനമെടുത്തത്. മെയ് 31-ന് വിരമിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് വാസൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയത്. തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി നടത്തിയ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ സ്വയം വിരമിക്കൽ അപേക്ഷ നൽകിയത്. വിജിലൻസ് കോടതി ജഡ്ജിനെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ഹൈക്കോടതി ഭരണവിഭാഗം പരിഗണിക്കണമെന്ന് ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. ഈ വർഷം മെയ് 31-നകം വിരമിക്കാൻ അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് SS വാസൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അപേക്ഷ മെയിൽ ചെയ്തത്. സർവീസ് കാലാവധി അവസാനിക്കാൻ 1.5 വർഷം ബാക്കി നിൽക്കെയാണ് വിരമിക്കൽ തീരുമാനം. എറണാകുളം അഡീഷണൽ ജില്ലാ ജഡ്ജി ആയിരുന്ന SS വാസൻ 2015 നവംബർ 17-നാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ ചുമതലയേറ്റത്. വിരമിക്കൽ അപേക്ഷ മെയിൽ ചെയ്തെന്ന വാർത്തയോട് പ്രതികരിക്കാതെയാണ് ജസ്റ്റിസ് വാസൻ കോടതി വിട്ടത്. നാളെ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു. മന്ത്രി CN ബാലകൃഷ്ണൻ പ്രതിയായ കൺസ്യൂമർ ഫെഡ് അഴിമതി കേസ് നാളെ പരിഗണിക്കാൻ ഇരിക്കെയാണ് SS വാസൻ അവധിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ട് LDF പ്രക്ഷോഭത്തിലേക്ക്. നയപ്രഖ്യാപന പ്രസംഗം നടത്തരുതെന്നാവശ്യപ്പെട്ട് LDF ഗവർണറെ കാണും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായ K. ബാബുവിന്റെയും ആര്യാടൻ മുഹമ്മദിന്റെയും പരിപാടികൾ ബഹിഷ്കരിക്കാനും തീരുമാനം. സാധാരണക്കാരനായി അന്വേഷണം നേരിടാനുള്ള ആർജവം മുഖ്യമന്ത്രിക്കില്ലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. അർഹതയില്ലാത്തവർക്ക് ആനുകൂല്യം നൽകിയ മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം നടക്കില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ സുഗമമായ ഭരണം നടത്താമെന്ന വ്യാമോഹം സർക്കാരിന് വേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സാധാരണ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ട് നടക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു. അക്കാര്യത്തിൽ 2 അഭിപ്രായം ഇവിടെയില്ല. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തരുതെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ ഗവർണറെ കാണാൻ തീരുമാനിച്ചു. ബജറ്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസമായ ഫെബ്രുവരി 5-ന് LDFന്റെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടത്തും. ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കരുതെന്നും LDF ആവശ്യപ്പെട്ടു. ധാർമ്മികതയല്ല പ്രശ്നം, മനസാക്ഷി. ഇന്നുവരെ ഇല്ലാത്ത ഒരു പുതിയ വാദമുഖം ഉന്നയിക്കുക. ഇത് പൊതുരാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മാത്രമല്ല
എവിടെയും അതിനെതിരായ ഒരു സമീപനമാണ് ആ പറഞ്ഞത്. ബജറ്റ് അവതരിപ്പിക്കുന്നതിനുമായ ഫെബ്രുവരി 12-ന് പഞ്ചായത്ത് തലത്തിൽ അഴിമതി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിൽ തീരുമാനമായി. സർക്കാരിനെ അട്ടിമറിക്കാൻ CPM 10 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നത് പച്ചക്കള്ളമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹീനമാർഗങ്ങളിലൂടെ ഭരണമാറ്റം വേണ്ടെന്ന നിലപാടാണ് CPM-നുള്ളതെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടില്ലെന്നും സ്റ്റേ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചാണ്ടി ഉമ്മനുമായി ബിസിനസ് ബന്ധമുണ്ടായിരുന്നുവെന്ന് സരിത സോളാർ കമ്മീഷനിൽ. സോളാർ കേസിലെ മറ്റൊരു പ്രതിയായ സ്ത്രീയുമായി ചാണ്ടി ഉമ്മൻ നടത്തിയ വിദേശയാത്രയുടെ ദൃശ്യങ്ങൾ തിരുവഞ്ചൂരിന്റെ പക്കലുണ്ടെന്നും സരിത മൊഴി നൽകി. ആര്യാടന്റെ ശുപാർശയിൽ അനട്ട് 35 ലക്ഷം രൂപ അനുവദിച്ചെന്നും സരിത പറഞ്ഞു. ചാണ്ടി ഉമ്മനുമായി തനിക്ക് ബിസിനസ് ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാക്കിയ സരിത, സോളാർ കേസിൽ പ്രതിയായ മറ്റൊരു സ്ത്രീയുമായി ചാണ്ടി ഉമ്മന് ബന്ധമുണ്ടായിരുന്നെന്ന് കമ്മീഷനിൽ മൊഴി നൽകി. ചാണ്ടി ഉമ്മനും ഈ സ്ത്രീയും ഒന്നിച്ച് വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ചിത്രങ്ങൾ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പക്കലുണ്ട്. ഒരു ഘട്ടത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയെ ഭയന്ന് തിരുവഞ്ചൂർ ഈ തെളിവുകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതായി തനിക്കറിയാമെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകി. ടീം സോളാറിനോ സരിതയുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങൾക്കോ യാതൊരു സഹായവും സർക്കാർ ചെയ്തിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ മൊഴി പച്ചക്കള്ളമാണ്. ടീം സോളാറിന്റെ മാതൃകമ്പനിയായ തെലങ്കാനയിലെ സുരാന വെഞ്ചേഴ്സിന് അനർട്ടിന്റെ സഹായം ലഭിച്ചത് മുഖ്യമന്ത്രിയുടെയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെയും ശുപാർശയെ തുടർന്നാണ്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ നിർദ്ദേശമനുസരിച്ച് സുരാന വെഞ്ചേഴ്സിന് അനർട്ടിൽ നിന്നും 35 ലക്ഷം രൂപ അനുവദിച്ചുവെന്നും സരിത മൊഴി നൽകി. സോളാർ കേസിലെ വാദിയായ EK ബാബുരാജിന്റെ വസ്തു റീസർവേ ചെയ്തു കൊടുക്കാനുള്ള അപേക്ഷ താനാണ് എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുത്തതെന്നും അടുത്ത ദിവസം തന്നെ റീസർവേ ചെയ്തു കൊടുത്തെന്നും സരിത പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളതും ഇടപെട്ടിട്ടുള്ളതും സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതും നിർഭാഗ്യവശാൽ A ഗ്രൂപ്പിൽപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോടും പിന്നെ ആര്യാടൻ മുഹമ്മദ് സാറിനോടും. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് അടുത്ത തലത്തിലോട്ട് കടക്കാൻ പറ്റില്ല. അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിട്ടുള്ള ഡാമേജസിൽ ഏറ്റവും കൂടിയ പങ്ക് അവരിൽ നിന്നായതുകൊണ്ട് ഫസ്റ്റ് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒഴിവാക്കി അങ്ങനെ ഒരു കാര്യമല്ല. ഞാൻ ഓരോരോ തലങ്ങളിലേക്ക് കടന്നു വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 മണിക്കൂർ തികച്ചും ലാഘവത്തോടെ കമ്മീഷനിൽ നുണ പറയാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ സരിത മൊഴി നൽകുന്നതിന്റെ പേരിൽ തനിക്ക് സമ്മർദ്ദമുണ്ടെന്നും പറഞ്ഞു. വ്യക്തിപരമായ ആവശ്യമുള്ളതിനാൽ വിസ്താരം നേരത്തെ പൂർത്തിയാക്കണമെന്ന സരിതയുടെ ആവശ്യം അംഗീകരിച്ച കമ്മീഷൻ സരിതയുടെ വിസ്താരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ജനസഹസ്രങ്ങൾ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, വടക്കഞ്ചേരി എന്നിവിടങ്ങളിലായിരുന്നു ജാഥയുടെ ഇന്നത്തെ പര്യടനം. നവകേരള മാർച്ച് നാളെ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. ജന്മിചൂഷണത്തിനും ഐത്തം തുടങ്ങിയ അനാചാരങ്ങൾക്കുമെതിരെ ഐതിഹാസിക പോരാട്ടത്തിന്റെ പൈതൃകം പേറുന്ന ചിറ്റൂരായിരുന്നു ആദ്യ സ്വീകരണ കേന്ദ്രം. കോളവിരുദ്ധ പോരാട്ടത്തിന്റെ കൂടി സമരകേന്ദ്രമായിരുന്ന നാട്. ഒട്ടേറെ പ്രക്ഷോഭങ്ങളിലൂടെ നാടിനെ മാറ്റിത്തീർത്തവരുടെ പിന്മുറക്കാർ ചെങ്കൊടിത്തണലിൽ ഒത്തുചേർന്നു. ചിറ്റൂർ ജാഥാനായകന് നൽകിയത് ആവേശകരമായ വരവേൽപ്പായിരുന്നു. അടുത്ത സ്വീകരണ കേന്ദ്രം തമിഴ്നാടൻ അതിർത്തി പ്രദേശമായ നെന്മാറ. പിണറായിയെ ആവേശത്തോടെ വരവേറ്റു ചെമ്പട്ടണിഞ്ഞ അതിർത്തി ഗ്രാമം. സോളാർ വിഷയത്തിലൂന്നി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു പിണറായി. കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന് ഉമ്മൻചാണ്ടി കരുതേണ്ടെന്ന് പിണറായി മുന്നറിയിപ്പ് നൽകി. ഉമ്മൻചാണ്ടിയുടെ സാധാരണ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ട് നടക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു. അക്കാര്യത്തിൽ രണ്ടഭിപ്രായം ഇവിടെയില്ല. നമ്മുടെ കേരളത്തിൽ നമ്മുടെയെല്ലാം തലക്ക് മീതെ മുഖ്യമന്ത്രിയായി അങ്ങനെ വാഴുമെന്നാണ് പറയുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഈ വിഴുപ്പ് ഭാണ്ഡം പേറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്.
ആ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇനി കനക്കും, കൂടുതൽ കനത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. ഉമ്മൻചാണ്ടി സുഖമായി നാളുകളെ മുഖ്യമന്ത്രിയായി ഭരിച്ച് നീങ്ങാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. കാരണം ജനങ്ങൾക്ക് സാമാന്യ ജനാധിപത്യ ബോധമുണ്ട്. പിണറായിയുടെ പ്രഖ്യാപനം നിറഞ്ഞ ഹർഷാരവത്തോടെ ജനക്കൂട്ടം പിന്തുണച്ചു. ജാഥ പിന്നീട് കടന്നു വന്നത് ആലത്തൂരിലേക്ക്. ഇടത് ശക്തി കേന്ദ്രമായ ആലത്തൂർ ജാഥാ നായകൻ നൽകിയത് ഊഷ്മള വരവേൽപ്പ്. സമാപന കേന്ദ്രമായ വടക്കഞ്ചേരിയിൽ ജാഥ എത്തിയപ്പോൾ വിണ്ണിന് അസ്തമയ ചുവപ്പിന്റെ ശോഭ, ഭൂമിയിൽ ചെന്തോരണങ്ങളുടെ അരുണിമ. പാലക്കാട് ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനം വടക്കഞ്ചേരി അങ്ങനെ അവിസ്മരണീയമാക്കി. 6 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയ നവകേരള മാർച്ച് നാളെ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. ക്യാമറാമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. സ്പോർട്സ്. ദേശീയ സ്കൂൾ കായികമേളയിൽ ആദ്യ ദിനത്തിൽ കേരളത്തിന്റെ കുരിപ്പ്. 6 ഫൈനലുകൾ ഉള്ള ആദ്യ ദിനത്തിൽ 4 സ്വർണം കേരളം സ്വന്തമാക്കി. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ മാർബേസിലിന്റെ അനുമോൾ തമ്പി മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി. തുടർച്ചയായ 19ാം കിരീടം ലക്ഷ്യമിട്ട് പോരാട്ടത്തിനിറങ്ങിയ കേരളത്തിന് ആദ്യ ദിനം മികച്ച തുടക്കം. ഒരു മീറ്റ് റെക്കോർഡ് ഉൾപ്പെടെ 4 സ്വർണമാണ് കേരള താരങ്ങൾ സ്വന്തം പേരിൽ കുറിച്ചത്. ആദ്യ ഇനമായ സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ ഓട്ടത്തിലെ സ്വർണ്ണത്തോടെയാണ് കേരളം കുരിപ്പ് തുടങ്ങിയത്. കോതമംഗലം മാർബേസിലിന്റെ ബിബിൻ ജോർജ് സ്വർണം നേടിയപ്പോൾ ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ ഷെറിൻ ജോസ് വെള്ളി സ്വന്തമാക്കി. സീനിയർ പെൺകുട്ടികളുടെ 5000 മീറ്ററിൽ മെഴ്സിക്കുട്ടൻ അക്കാദമിയിൽ നിന്നുള്ള അലീഷയും ഇടുക്കി കാരമൽ മൗണ്ട് സ്കൂളിലെ സാന്ദ്ര എസ് നായരും സ്വർണവും വെള്ളിയും നേടി. ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ പറളി സ്കൂളിലെ അജിത് പി എൻ സ്വർണത്തിൽ മുത്തമിട്ടു. 3000 മീറ്റർ പെൺകുട്ടികളുടെ ഓട്ട മത്സരത്തിൽ മാർബേസിലിന്റെ അനുമോൾ തമ്പി മീറ്റ് റെക്കോർഡോടെയാണ് സ്വർണ്ണമണിഞ്ഞത്. 9.46 സമയത്തിലാണ് അനുമോൾ തമ്പി ഫിനിഷ് ചെയ്തത്. 2008 കൊൽക്കത്ത മീറ്റിൽ ഉത്തർപ്രദേശിന്റെ ഋതു ദിനകർ സ്ഥാപിച്ച റെക്കോർഡാണ് അനുമോൾ പഴങ്കഥയാക്കിയത്. ഈ ഇനത്തിൽ പാലക്കാട് കല്ലടി സ്കൂളിലെ ആതിര പി ആർ വെള്ളി നേടി. ആദ്യ ദിനത്തിൽ ട്രാക്കിൽ കാര്യമായ വെല്ലുവിളിയുണ്ടായിരുന്നില്ലെങ്കിലും അട്ടിമറി പ്രതീക്ഷകളുമായി ഹരിയാന ഉൾപ്പെടെ ട്രാക്കിലിറങ്ങുമ്പോൾ കേരളത്തിന് വരും ദിവസങ്ങളിൽ മുന്നേറ്റം അനായാസമായിരിക്കില്ല. ദൃശ്യങ്ങൾ പകർത്തിയ ഷൈജു പിലാത്ര, ആർ കെ ഫ്രഷ് എന്നിവരോടൊപ്പം സിജു കണ്ണൻ.